ഹായ് ഫ്രണ്ട്സ്, 2000 മുതൽ 2024 വരെയുള്ള 24 വർഷത്തെ നിഫ്റ്റിയുടെ ഒരു ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ ആ 24 വർഷത്തിൽ 20 വർഷവും നിഫ്റ്റി പോസിറ്റീവ് റിട്ടേൺ നൽകിയിട്ടുണ്ട്. ആകെ 4 വർഷങ്ങളിൽ മാത്രമാണ് നിഫ്റ്റി നെഗറ്റീവ് റിട്ടേൺ നൽകിയിട്ടുള്ളൂ. അതൊന്ന് 2001 -16% ക്ലോസിംഗ് ആയിരുന്നു. 2008 -51% ഒരു വലിയൊരു ക്രാഷ് ഉണ്ടായിരുന്നു. 2011 -24% ഒരു ക്രാഷ്. 2015 -4% നേരിയൊരു ഇടിവ്. അപ്പോൾ നമ്മൾ വളരെ വലിയ ക്രാഷ് എന്നൊക്കെ പറയുന്ന കൊറോണ ക്രാഷിൻ്റെ ആ ഒരു വർഷം 2020 14.9% പോസിറ്റീവ് റിട്ടേൺ നിഫ്റ്റി നൽകിയിരുന്നു എന്നുള്ളത് നമ്മൾ ഇവിടെ ഇതിൻ്റെ കൂട്ടത്തിൽ വായിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ കഴിഞ്ഞ 2024 നിഫ്റ്റിയുടെ പ്രകടനം വളരെ മോശമായിരുന്നു എന്നാണ് നമ്മൾ പൊതുവെ പറയുന്നത്. പക്ഷേ 9.28% ഒരു റിട്ടേൺ നിഫ്റ്റി 50 മാത്രം നൽകിയിട്ടുണ്ട്. അതായത് ലാർജ് ക്യാപ് സ്റ്റോക്കുകൾ അടങ്ങിയിട്ടുള്ള നിഫ്റ്റി 50 മാത്രം 9.28% റിട്ടേൺ നൽകിയിട്ടുണ്ട്. അതുപോലെ മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും നല്ല റിട്ടേൺ നൽകിയിട്ടുണ്ട്. ഇനി മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും ലാർജ് ക്യാപ്പും അടങ്ങിയിട്ടുള്ള നിഫ്റ്റി 500 റിട്ടേൺ 15.54% ആണ്. അപ്പോൾ അതൊരു മോശമല്ലാത്ത ഒരു റിട്ടേൺ ആണ്, നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ വരാൻ പോകുന്ന 2025 തീർച്ചയായിട്ടും ഈ Q3 റിസൾട്ടുകൾക്ക് ശേഷം നമ്മുടെ മാർക്കറ്റ് തിരിച്ചു വരുമെന്നുള്ള ഒരു വലിയ പ്രതീക്ഷയാണ് മൊത്തത്തിലുള്ളത്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ 2025 ഏതായാലും ഒരു 15% കുറയാത്തൊരു റിട്ടേൺ റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാമെന്നാണ് പൊതുവെ മാർക്കറ്റ് സെന്റിമെന്റ്സ് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ കഴിഞ്ഞ 2024 ന്യൂ ഇയർ പിക്ക് എന്ന രീതിയിൽ 4 സ്റ്റോക്കുകൾ ഈ ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ നമുക്ക് നോക്കാം. അതിൽ ലാർജ് ക്യാപ് സ്റ്റോക്ക് തിരഞ്ഞെടുത്തിരുന്നത് വരുൺ ബീവറേജസ് ആയിരുന്നു. അത് കഴിഞ്ഞ വർഷം 30% ഒരു റിട്ടേൺ നൽകിയിട്ടുണ്ട്. മറ്റൊരു സ്റ്റോക്ക് മിഡ് ക്യാപ് സെഗ്മെന്റിലുള്ള ബ്ലൂ സ്റ്റാർ ആയിരുന്നു. ബ്ലൂ സ്റ്റാറിന്റെ റിട്ടേൺ 135% എന്നുള്ള ഒരു വമ്പിച്ച റിട്ടേൺ ആ സ്റ്റോക്ക് നൽകിയിരുന്നു. എന്നാൽ മിഡ് ആൻഡ് സ്മോൾ ക്യാപ് സെഗ്മെന്റിൽ നമ്മൾ തിരഞ്ഞെടുത്ത ടാറ്റ ടെക്നോളജീസ് എന്നുള്ള സ്റ്റോക്ക് തികച്ചും നിരാശപ്പെടുത്തിയിരുന്നു. -24% ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് ടാറ്റ ടെക്നോളജീസ് നൽകിയത്. സ്മോൾ ക്യാപ് സെഗ്മെന്റിൽ നമ്മൾ പിക്ക് ചെയ്ത സ്റ്റോക്ക് പ്രാജ് ഇൻഡസ്ട്രീസ് ആയിരുന്നു. അത് 51% റിട്ടേൺ കഴിഞ്ഞ വർഷം നൽകിയതായിട്ട് കാണാം. അപ്പോൾ ഇവിടെ ടാറ്റ ടെക്നോളജി ഒഴിച്ച് മറ്റ് 3 സ്റ്റോക്കുകളും നല്ല റിട്ടേൺ നൽകി. അപ്പോൾ ടാറ്റ ടെക് ഇനിയും അതിനൊരു ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് തന്നെയാണ് കണക്കൂട്ടുന്നത്. തീർച്ചയായിട്ടും അത് IT സെഗ്മെൻറ്റിൻ്റെ ഒരു തിരിച്ചുവരവിൻ്റെ ഒരു കാലത്ത് തീർച്ചയായിട്ടും മുന്നോട്ട് വരും എന്ന പ്രതീക്ഷയോടെയാണ് ആ സ്റ്റോക്കിനെ സമീപിക്കുന്നത്. അപ്പോൾ ഈ വരാൻ പോകുന്ന 2025 ഇതേപോലെ ലാർജ് ക്യാപ്പിലും മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലൊക്കെയുള്ള 4 സ്റ്റോക്കുകൾ ഇവിടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇതൊരിക്കലും ഒരു ബാങ്ക് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങൾ കൂടുതലായിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് കൂടുതൽ പഠനത്തിന് വേണ്ടി ഇത് ഉപയോഗിക്കാമെന്ന് മാത്രം. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കേണ്ടത് അവരവരാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ അഡ്വൈസേഴ്സിനെ ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമേ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ R4Iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ ലാർജ് ക്യാപ് സെഗ്മെൻറ്റിൽ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒരു ഫാർമ സ്റ്റോക്കാണ്. ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ് ആണത്. ഇത് ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് അഥവാ APIസും അതുപോലെ കസ്റ്റം ഫാർമസ്യൂട്ടിക്കൽ സർവീസസ് CPS, അതുപോലെ ജനറിക്സ്, ബയോസിമിലാർസ് കൂടാതെ വ്യത്യസ്തമായ ഫോർമുലേഷൻ അടങ്ങിയ ഒരു ഫാർമ പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ ഉള്ള വലിയൊരു കമ്പനിയാണ് ഡോക്ടർ റെഡ്ഡീസ്. ഈ സ്റ്റോക്കിൻ്റെ കറണ്ട് മാർക്കറ്റ് ക്യാപ്പ് നമ്മൾ കാണുന്നത് 1,14,000 കോടിയുടെ മേലെയാണ്. കറണ്ട് പ്രൈസ് ഇപ്പോൾ 1370 എന്നുള്ള ഒരു ലെവലിലാണ്. കഴിഞ്ഞ ഒരു വർഷം 17% ഒരു ആവറേജ് റിട്ടേൺ ആണ് ഈ സ്റ്റോക്ക് നൽകിയിട്ടുള്ളത്. സ്റ്റോക്കിന്റെ ഇപ്പോഴത്തെ PE 21 എന്നുള്ള ലെവലിലാണ്. എന്നാൽ PEG റേഷ്യോ 0.88 ആണ്. അതൊന്നിൽ താഴെ ആയതുകൊണ്ട് തന്നെ PEG റേഷ്യോ വളരെയധികം അട്രാക്റ്റീവ് ആണ്. അതുപോലെ ഇൻഡസ്ട്രി PEയും 36 ആണ്. അപ്പോൾ 36നേക്കാളും താഴെ 21ലാണ് ഇതിന്റെ PE. അപ്പോൾ വാല്യുവേഷൻ വൈസ് ഈ സ്റ്റോക്ക് വളരെയധികം അട്രാക്റ്റീവായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇനി ഇതിൻ്റെ ROCE നോക്കുകയാണെങ്കിൽ 26ഉം ROE 21ഉം 20% എബവ് ഉള്ള നല്ലൊരു ROCയുമാണത്. ഇനി ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ നോക്കുകയാണെങ്കിൽ അത് 0.16 മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. ഈ സ്റ്റോക്കിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ 27% ഹോൾഡിങ്ങും ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ 21% ഹോൾഡിങ്ങും ഉണ്ട്. കഴിഞ്ഞ 3 വർഷത്തെ ആവറേജ് CAGR സെയിൽസ് ഗ്രോത്ത് 13%ഉം CAGR പ്രോഫിറ്റ് ഗ്രോത്ത് 41%ഉമാണ്. ഈ സ്റ്റോക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ നല്ല റാലി നടന്നൊരു സ്റ്റോക്കാണ്. ഇപ്പോൾ 52 വീക്ക് ഹൈയിൽ അതിനടുത്തായിട്ടാണ് ഇപ്പോൾ സ്റ്റോക്ക് നിൽക്കുന്നത്. അപ്പോൾ ഈ സ്റ്റോക്ക് നിങ്ങൾക്ക് പഠന വിധേയമാക്കാവുന്നതാണ്. മിഡ് ക്യാപ് സെഗ്മെന്റിൽ ഫൈനാൻഷ്യൽ സർവീസ് രംഗത്തുള്ള മോട്ടിലാൽ ഒസ്വാൾ ഫൈനാൻഷ്യൽ സർവീസ് ലിമിറ്റഡ് ആണ് ന്യൂ ഇയർ പിക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. 16 ലക്ഷത്തിൻ്റെ കസ്റ്റമർ ബേസ് ഉള്ള ഈ ഒരു വെൽ ഡൈവേഴ്സിഫൈഡ് ഫൈനാൻഷ്യൽ സർവീസസ് ഫേം ആയിട്ടുള്ള ഈ മോട്ടിലാൽ ഒസ്വാൾ 1987 രൂപം കൊള്ളുന്നത്. അപ്പോൾ ഇവരുടെ ബിസിനസ് പാർട്ട്നേഴ്സ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഏകദേശം 2500-ലധികം ബിസിനസ് ലൊക്കേഷൻസ്
ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം കാണാൻ പറ്റും. 550ഓളം സിറ്റികളിലും ഇതിൻ്റെ പ്രസൻസ് നമുക്ക് കാണാൻ കഴിയും. ഈ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് 58,000 കോടിക്ക് മുകളിലാണ്. കറണ്ട് പ്രൈസ് 971 എന്നുള്ള ലെവലിലാണ് കാണാൻ കഴിയുക. കഴിഞ്ഞ വർഷം മൾട്ടി ബാഗർ റിട്ടേൺ നൽകിയ ഒരു സ്റ്റോക്കാണിത്. 208% റിട്ടേൺ ഈ സ്റ്റോക്ക് നൽകിയിരുന്നു. സ്റ്റോക്കിന്റെ PE 17ഉം ഇൻഡസ്ട്രി PE 16ഉം PEG റേഷ്യോ 0.32 ആണ്. അപ്പോൾ വാല്യുവേഷൻ വൈസും ഈ സ്റ്റോക്കും വളരെ അട്രാക്റ്റീവ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. ROC 20.7ഉം ROE 32.6ഉം ആണ്. ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ 1.41 ഉണ്ട്. ഇതൊരു ഫൈനാൻഷ്യൽ സർവീസ് രംഗത്തുള്ള സ്റ്റോക്ക് എന്നുള്ള നിലയ്ക്ക് ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ ഒന്നിൽ കൂടുതലാകുന്നത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് 6.34ഉം ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ 6.41 എന്നുള്ള മോശമല്ലാത്ത ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിയും. 3 വർഷത്തെ ആവറേജ് CAGR സെയിൽസ് ഗ്രോത്ത് 24ഉം CAGR പ്രോഫിറ്റ് ഗ്രോത്ത് 22 ആണെന്ന് കാണാൻ കഴിയും. അതുപോലെ ഇതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്നും ഇപ്പോൾ 8% ഒരു കറക്ഷനിലാണ് ഈ സ്റ്റോക്ക് നിൽക്കുന്നത്. അപ്പോൾ ഈ സ്റ്റോക്കും കൂടുതലായിട്ടുള്ള പഠനത്തിന് വിധേയമാക്കാവുന്നതാണ്. മൂന്നാമത്തെ സ്റ്റോക്ക് മിഡ് ആൻഡ് സ്മോൾ ക്യാപ് സെഗ്മെൻറ്റിൻ്റെ ബോർഡറിൽ നിൽക്കുന്ന തേജസ് നെറ്റ്വർക്ക് ലിമിറ്റഡ് എന്ന സ്റ്റോക്കാണ്. ഇയർ 2000 ഫോം ചെയ്ത ഈ ഒരു കമ്പനി 75ഓളം രാജ്യങ്ങളിൽ പടർന്നു കിടക്കുന്ന ഒരു കമ്പനിയാണ്. ടെലികോം സർവീസ് പ്രൊവൈഡേഴ്സിനും അതുപോലെ യൂട്ടിലിറ്റീസ് ബിസിനസ്സിനും അതുപോലെ ഗവൺമെൻറ്റിനും കൂടാതെ ഡിഫൻസ് നെറ്റ്വർക്കിലും പ്രത്യേകിച്ച് ടെക്നോളജി ഇന്നൊവേഷൻ അതുപോലെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള വയർലൈൻ ആൻഡ് വയർലെസ് നെറ്റ്വർക്കിംഗ് പ്രൊഡക്ട്സ് അത് ഡിസൈൻ ചെയ്യുകയും മാനുഫാക്ചറിങ് ചെയ്യുകയും ചെയ്യുന്ന കമ്പനിയാണ് തേജസ് നെറ്റ്വർക്ക് ലിമിറ്റഡ്. ഇതൊരു ലോസ് മേക്കിംഗ് കമ്പനിയായിരുന്നു. പക്ഷേ പാനറ്റോൺ ഫിൻവെസ്റ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഇൻവെസ്റ്റേഴ്സ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തപ്പോഴാണ് ഈ സ്റ്റോക്കിൽ വലിയ തോതിലുള്ള ഒരു റിക്കവറി നമുക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ പാനറ്റോൺ ഫിൻവെസ്റ്റ് എന്ന് പറയുന്നത് ടാറ്റ ഗ്രൂപ്പിൻ്റെ ഒരു സബ്സിഡിയറി കമ്പനി. അപ്പോൾ ടാറ്റ ഈ സ്റ്റോക്കിൽ കടന്നു വന്നതോടുകൂടിയാണ് ഈ സ്റ്റോക്കിൻ്റെ ഒരു ടേൺ അറൗണ്ട് സ്റ്റോറി നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഈ സ്റ്റോക്കിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 20,000 കോടിയാണ്. കറണ്ട് പ്രൈസ് ഇപ്പോൾ 1181 എന്നുള്ള ലെവലിലാണ്. കഴിഞ്ഞ ഒരു വർഷം 37% റിട്ടേൺ ഈ സ്റ്റോക്ക് നൽകുകയുണ്ടായി. സ്റ്റോക്കിൻ്റെ ഇപ്പോഴത്തെ PE 44.5 ആണ്. ഇൻഡസ്ട്രി PE 43.8 ആണ്. ഒരു ഫെയർലി വാല്യൂഡ് ആയിട്ടുള്ള ഒരു ലെവലിലാണ് നമുക്ക് ഈ സ്റ്റോക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. PEG റേഷ്യോ നെഗറ്റീവാണ്. കാരണം ഇതൊരു ലോസ് മേക്കിംഗ് കമ്പനി ആയിരുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ഗ്രോത്ത് ഫ്യൂച്ചർ പ്രൊജക്ഷൻ സ്വാഭാവികമായിട്ടും നല്ല രീതിയിൽ വരാത്തത് കൊണ്ടാണ് PEG താഴെ പോയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ ഇതിൻ്റെ ROCയും ROEയും ഇപ്പോൾ ലോ ലെവലിലാണ്. കാരണം ഈ സ്റ്റോക്ക് ലാഭത്തിൽ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ 0.78 എന്നുള്ള ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് നമുക്ക് കാണാൻ കഴിയുക. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ 9% ഹോൾഡിങ്ങും ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ 4% ഹോൾഡിംഗ് ഇതിൽ കാണാൻ കഴിയും. 3 വർഷത്തെ ആവറേജ് സെയിൽസ് ഗ്രോത്ത് 67%. അതുപോലെ 3 വർഷത്തെ പ്രോഫിറ്റ് CAGR ഗ്രോത്ത് 18% കാണാം. ഇത് കഴിഞ്ഞ 2 വർഷത്തെ സെയിൽസ് ജമ്പിലൂടെ ഉണ്ടാക്കിയെടുത്ത ഒരു ആവറേജ് CAGR ഗ്രോത്ത് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ ഇത് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നുന്നതിൻ്റെ മറ്റൊരു കാരണം ഇത് അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്നും 21% കറക്റ്റ് ആയിട്ടാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ സ്റ്റോക്ക് നിങ്ങൾക്ക് പഠന വിധേയമാക്കാവുന്നതാണ്. ഇവിടെ നാലാമത്തെ സ്റ്റോക്ക് സ്മോൾ ക്യാപ് സെഗ്മെൻറ്റിൽ നിന്നാണ്. ഗ്രാവിറ്റ ഇന്ത്യ എന്ന് പറയുന്ന ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള റീസൈക്ലിംഗ് ബിസിനസ്സിലുള്ള സ്റ്റോക്കാണ്. ഇത് ഇന്ത്യയിലെ ഒരു ലാർജസ്റ്റ് ലെഡ് മെറ്റൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനിയാണ്. ലെഡ് റീസൈക്ലിംഗ് ആണ് ഇവരുടെ ഫ്ലാഗ്ഷിപ്പ് ആയിട്ടുള്ള ബിസിനസ്. കൂടാതെ അലൂമിനിയം റീസൈക്ലിംഗ്, പ്ലാസ്റ്റിക് റീസൈക്ലിംഗ്, അതുപോലെ ടേൺ കീ പ്രൊജക്റ്റുകൾ അണ്ടർടേക്ക് ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണിത്. ഇത് കൂടാതെ ഇവർ ബാറ്ററി റീസൈക്ലിങ്ങിലും ഒരു എക്സ്പേർട്സ് ആണ്. കാബിൾ സ്ക്രാപ്പ്, അതുപോലെ ലെഡ് സ്ക്രാപ്പ്, അലൂമിനിയം സ്ക്രാപ്പ്, പ്ലാസ്റ്റിക് സ്ക്രാപ്പിൻ്റെ ഒക്കെ റീസൈക്ലിങ്ങിൽ വലിയ തോതിൽ ബിസിനസ് ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ് ഗ്രാവിറ്റ ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു കമ്പനി. 16,000 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള ഈ ഒരു സ്മോൾ ക്യാപ് കമ്പനിയുടെ ഇപ്പോഴത്തെ പ്രൈസ് 2172 എന്ന ലെവലിലാണ്. കഴിഞ്ഞ ഒരു വർഷം വമ്പിച്ച റാലി സ്റ്റോക്കിലുണ്ടായി. 100% റിട്ടേൺ നൽകി. സ്റ്റോക്കിൻ്റെ ഇപ്പോഴത്തെ PE 59 എന്നുള്ള കുറച്ച് ഹൈ PEയിലാണ് കാണാൻ കഴിയുക. കാരണം ഇൻഡസ്ട്രി PE 35 ആണ്. പക്ഷേ ഇതിൻ്റെ PEG റേഷ്യോ 0.82 ആണ്. അതായത് സ്റ്റോക്കിൻ്റെ ഗ്രോത്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ PE റേഷ്യോ നമുക്ക് റീസണബിൾ ആയിട്ടുള്ള ഒരു ലെവലിലാണ് കാണാൻ കഴിയുക. ROCE 27ഉം ROE 33 കാണാൻ കഴിയും. ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ 0.60 ആണ്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് 15%, ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ 5% കൂടുതലുള്ള ഹോൾഡിംഗ് ഇതിൽ കാണാൻ കഴിയും. കഴിഞ്ഞ 3 വർഷത്തെ ഒരു CAGR സെയിൽസ് ഗ്രോത്ത് 30% മുകളിലുണ്ട്. അതുപോലെ CAGR പ്രോഫിറ്റ് ഗ്രോത്ത് 61% നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്നും 19% കറക്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ സ്റ്റോക്ക് ഉള്ളത് എന്നുള്ളത് ഈ സ്റ്റോക്കിനെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതൊക്കെയാണ് 2025 പഠന വിധേയമാക്കാൻ വേണ്ടി ഇവിടെ അവതരിപ്പിക്കുന്ന 4 സ്റ്റോക്കുകൾ. ഈ സ്റ്റോക്കുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും പങ്കുവെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി ന്യൂ ഇയർ. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.